നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്നലെ സ്പെയിനിനെ തടഞ്ഞു നിർത്തിയ വോസിഞ്ഞ കളിക്ക് ശേഷം വളരെ വികാരാധീനായി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഐ ക്രൈഡ് ബിക്കോസ് ഐ ഗ്രൂ അപ്പ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്. ആദ്യം ഞാൻ കരഞ്ഞു. എന്തിനാണ് കരഞ്ഞത്? ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെയും കൂടെയാണ് വളർന്നു വന്നത്. ഇന്ന് അവരില്ല, അവർ മരിച്ചുപോയി. അപ്പോൾ അവരൊന്നും ഇത് കാണാനില്ലല്ലോ, എൻ്റെ ഈ പ്രകടനം കാണാനില്ലല്ലോ എന്ന് ഓർത്താണ് താൻ കരഞ്ഞത്. അമ്മയെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷേ വിസ സാങ്കേതികത്വം പ്രശ്നങ്ങൾ, അതിനു വേണ്ട പൈസ സമാഹരിക്കൽ, ഇതൊന്നും നടക്കാത്തത് കൊണ്ട് അമ്മയെ കൊണ്ടുവരാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് അമ്മയ്ക്കും ഈ കളി, തൻ്റെ കളി, ലോകകപ്പിലെ തൻ്റെ അരങ്ങേറ്റ മത്സരം നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. അതുകൊണ്ടാണ് താൻ കളിക്ക് ശേഷം കരഞ്ഞത്. തൻ്റെ ഗ്രാൻഡ് പാരൻസ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി, അവരെ ഓർത്തുപോയി. ഞാൻ ഇത്രയും മനോഹരമായി കളിച്ചപ്പോൾ അവരൊക്കെ ഓർത്തുപോയി. അവർ ഇല്ലാത്തത് വലിയ വേദന നൽകി. അമ്മയും കളി കാണാൻ വന്നിരുന്നില്ല. അപ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കി. അമ്മയെ കൊണ്ടുവരാമെന്ന് കരുതിയിരുന്നു, പക്ഷേ വിസയ്ക്ക് വേണ്ട പണം സമാഹരിക്കൽ, വിസയുടെ സാങ്കേതികത്വം, ഇതൊക്കെ വെച്ചിട്ട് വരാൻ കഴിഞ്ഞില്ല അമ്മയ്ക്ക്. അതേസമയം തൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു, അമ്മയും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് മുത്തശ്ശൻ്റെയും കൂടി വളരേണ്ടി വന്നത്. തൻ്റെ യഥാർത്ഥ പേര് പോലും, വോസിഞ്ഞ എന്ന് പേരിട്ടത് പോലും യഥാർത്ഥ പേരല്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോസിമർ ജോസ് ഇവോറ ഡയസ് എന്നാണ്. വോസിഞ്ഞ എന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസ് വിളിച്ചിരുന്ന പേരാണ്. വോസിഞ്ഞയുടെ അർത്ഥം ലിറ്റിൽ ഗ്രാനി എന്നാണ്, അതായത് മുത്തശ്ശി എന്ന് തന്നെ നമുക്ക് മലയാളത്തിൽ പറയാം എന്നതാണ്. അപ്പോൾ ആ പേര് പോലും വോസിഞ്ഞയ്ക്ക് കിട്ടിയത് ഗ്രാൻഡ് പാരൻസ് വഴിയാണ്. എന്തായാലും ഗ്രാൻഡ് പാരൻസ് ഇല്ലാത്തതിനെ അദ്ദേഹം വളരെ വികാരപൂർവ്വം ഓർത്തു, വികാരാധീനായി, അദ്ദേഹം കരഞ്ഞു. എന്തായാലും 40-ാമത്തെ വയസ്സിൽ ഒരു സൂപ്പർ ഹീറോ ആയി കേപ്പ് വെർദെയുടെ ഗോൾ കീപ്പർ വോസിഞ്ഞ മാറിയിരിക്കുന്നു.